2025 നീറ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ESI കോളേജുകളിലെ MBBS, BDS, BSc നഴ്സിംഗുകളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ESI ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ESI എന്ന് ചോദിച്ചാൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ESIയുടെ സ്കീമിൽ വരുന്ന പേരൻസ്. അപ്പോൾ കുട്ടിയുടെ പേരൻസിൽ ആരെങ്കിലും ഒരാളെങ്കിലും ESIയിൽ വരുന്നുണ്ടെങ്കിൽ, അതായത് അവർ ESIയുടെ പരിധിയിൽ വരുന്നുണ്ടെങ്കിൽ, ESIയുടെ മെമ്പറാണെങ്കിൽ അവർക്കാണ് ഈ റിസർവേഷൻ കിട്ടുക. അപ്പോൾ എന്താണ് ESI എന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സ്കീമാണ്. അപ്പോൾ നമ്മുടെ സാലറിയിൽ നിന്നും മറ്റും ESIയുടെ വീതം കട്ടായി പോകുന്ന അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ്, അങ്ങനെയുള്ള പേരൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇത് ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് മാത്രമാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക. അപ്പോൾ ESIയുടെ പരിധിയിൽ വരുന്ന പേരൻസ് അവരുടെ കുട്ടികൾക്ക് വേണ്ടി MBBSൻ്റെ അല്ലെങ്കിൽ BDSൻ്റെ BSc നഴ്സിംഗിൻ്റെ സീറ്റ് ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് IP സർട്ടിഫിക്കറ്റ്, ഇൻഷുർഡ് പേഴ്സൻ്റെ വാർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പെൻഡൻ്റ് ആണ് കുട്ടിയെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. ESIയുടെ പരിധിയിൽ വരുന്ന MBBS സീറ്റുകൾ എവിടെയൊക്കെയാണ്, ഏതൊക്കെയാണ് എന്ന് നോക്കുക. ഒന്ന്, ഹരിയാനയിൽ 43 സീറ്റുണ്ട്. അതേപോലെ വെസ്റ്റ് ബംഗാളിൽ, കൊൽക്കത്തയിൽ 65 സീറ്റുണ്ട്. ചെന്നൈയിൽ 30 സീറ്റുണ്ട്. ബാംഗ്ലൂരിൽ 68 സീറ്റുണ്ട്. അത് ഗുൽബർഗയിൽ 68 സീറ്റുണ്ട്. ഹൈദരാബാദിൽ 43 സീറ്റുണ്ട്. രാജസ്ഥാനിൽ 20 സീറ്റ്. പാറ്റ്നയിൽ 35 സീറ്റ്. കോയമ്പത്തൂർ 20 സീറ്റ്. അതേപോലെ മാണ്ടിയിൽ 36 സീറ്റ്. പാരിപ്പള്ളിയിൽ, കൊല്ലത്ത് 38 അല്ലെങ്കിൽ 39. ഇത് ഫെസിലിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ 39ലേക്ക് കൊണ്ടുവരാം, ചിലപ്പോൾ 38 തന്നെ നിൽക്കാം. അത് കൺഫേം ആയിട്ടില്ല. അതുകൊണ്ട് 466 അല്ലെങ്കിൽ 467 ഒരു സീറ്റിൻ്റെ വ്യത്യാസമേ വരൂ. അത് ഫെസിലിറ്റി അവൈലബിൾ ആണെങ്കിൽ 467ലേക്ക് വരും, ഇല്ലെങ്കിൽ 466. അപ്പോൾ ഇത്രയും സീറ്റാണ്. അപ്പോൾ ഇത്രയും സീറ്റ് ESIക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കൊല്ലം, പാരിപ്പള്ളിയിലുള്ള എല്ലാ സീറ്റും ESIക്കല്ല. അതുപോലെ എല്ലാ കോളേജുകളിലും ESIയുടെ സീറ്റ്, അതായത് ESI കോളേജിൻ്റെ ഓൾ ഇന്ത്യ കോട്ട മാറ്റിയാൽ എല്ലാ കോളേജുകളിലെയും 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിൽ പോവും. അത് ബാക്കി നിർത്തി അല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന 85% സീറ്റുകളിലെ 50%, അതായത് പാതിയോളം ആർക്കാണ്, ESI റിസർവേഷനാണ്. അപ്പോൾ അതിൽ കൊല്ലത്ത് ഇപ്പോൾ ESIയുടെ പരിധിയിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ഇന്ത്യ കോട്ടയിൽ, ഈ കോളേജുകളിലെല്ലാം ഓൾ ഇന്ത്യ കോട്ടയിൽ തന്നെ അപ്ലൈ ചെയ്യാം. കൂടാതെ ESI വഴി അപ്ലൈ ചെയ്യാം. ഇനി കൊല്ലം പാരിപ്പള്ളിയിലാണെങ്കിൽ ആ കുട്ടിക്ക് ESI വഴി അപ്ലൈ ചെയ്യാം, ഓൾ ഇന്ത്യ കോട്ട വഴി അപ്ലൈ ചെയ്യാം, മാത്രമല്ല സ്റ്റേറ്റ് കോട്ട വഴിയും അപ്ലൈ ചെയ്യാം. ഇതെല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ പറയുന്നത് ESIക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സീറ്റുകളെ കുറിച്ചാണ്. അതുപോലെ നോക്കുക, BDSനാണെങ്കിൽ ഗുൽബർഗയിൽ 28 സീറ്റുണ്ട്. എന്നാൽ BSc നഴ്സിംഗിനാണെങ്കിൽ ബാംഗ്ലൂരിൽ 30 സീറ്റും ഗുൽബർഗയിൽ 30 സീറ്റും, അങ്ങനെ ആകെ 60 സീറ്റാണ്. ബാംഗ്ലൂരിലും ഗുൽബർഗയിലുമായിട്ട് 60 സീറ്റുകൾ നഴ്സിംഗിന് മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ബാക്കി നോക്കുക, ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇഷ്യൂ ഓഫ് വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ്, നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഈ വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൽ നിങ്ങളൊരു ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, മൊബൈലിൽ ചെയ്യാതിരിക്കുക. വേണമെങ്കിൽ ഒരു കഫേയിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിലിരുന്നും ചെയ്യാം. ഓക്കെ, അതിന് നിങ്ങൾ esic.gov. എന്നുള്ള സൈറ്റിൽ കയറുക. സൈറ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്തു. എന്നിട്ട് അതിൽ വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് എന്നൊരു ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പം ഒരു OTP നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് വരും. അതായത് ESIയുടെ ഡേറ്റാബേസിലുള്ള വാർഡ് ആരാണോ ഇൻഷുർഡ് അവരുടെ ആ ഡേറ്റാബേസ് ഉള്ള മൊബൈലിലേക്കാണ് പിന്നെ OTP വരിക. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. എന്നിട്ട് ഫോം കംപ്ലീറ്റ് ചെയ്യണം. അതിൽ പറഞ്ഞിരിക്കുന്ന ബേസിക് റിക്വയർമെൻറ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ഇനി ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചില ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യണം. അതിലൊന്നെന്താണ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ വാർഡ് ഓഫ് IP. വാർഡ് ഓഫ് IP എന്ന് പറഞ്ഞാൽ കുട്ടിയാണ്, കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. അതായത് നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതേ ഫോട്ടോ ആണെങ്കിൽ നല്ലത്, അത് തന്നെ ആയിക്കോട്ടെ. പിന്നെയുള്ളത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഓഫ് IP. ആരാണോ ഇൻഷുർഡ്, അച്ഛനാണെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ അമ്മ, അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം. ദെൻ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന മറ്റൊരു ഡോക്യുമെൻറ്റ്, 10th സർട്ടിഫിക്കറ്റ് മറ്റും ആവാം. ദെൻ അഡ്മിറ്റ് കാർഡ് ഓഫ് നീറ്റ് UGയുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒരു സ്കാൻഡ് ഇമേജ് കൂടി വേണം. അപ്പോൾ അതിൻ്റെയൊക്കെ സൈസ് പറഞ്ഞിട്ടുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ 5 to 50 KB വരണം രണ്ടുപേരുടേതും. അതേപോലെ തന്നെ SLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് 10 to 200 KB വരണം. അഡ്മിറ്റ് കാർഡ് 10 to 200 KB വരണം. ദെൻ അഫിഡവിറ്റ് ബൈ ഫീമെയിൽ കാൻഡിഡേറ്റ്. ഈ ഫീമെയിൽ പെൺകുട്ടിയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അനക്സർ 4 200 KB താഴെ വരണം. അതേപോലെ തന്നെ അഫിഡവിറ്റ് ബൈ IP, അതും ഫീമെയിൽ കാൻഡിഡേറ്റിന്, അതും 10 to 200 KB. ഇത് രണ്ടും പെൺകുട്ടികൾക്ക് മാത്രമാണ്. അതായത് കുട്ടി പെൺകുട്ടിയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഈ അനക്സർ 4ഉം 5ഉം
അത് നിങ്ങൾക്ക് ESIയുടെ സൈറ്റിൽ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ആ റീസെൻറ്റ് നോട്ടിഫിക്കേഷൻസ് നോക്കിയാൽ അനക്സർ 4-5 എന്ന് പറഞ്ഞ് കാണാം. ആ അനക്സർ 4-5 എന്ത് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതൊരു 100 രൂപയുടെ മുദ്രപത്രത്തിലേക്ക് പ്രിൻ്റ് ചെയ്യിക്കുക. എന്നിട്ട് നോട്ടറൈസ് ചെയ്യുക. ഒരു നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിച്ചിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അത് മറക്കരുത്, നോട്ടറൈസ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അഫിഡവിറ്റ് നിങ്ങൾക്ക് ഈ സൈറ്റിൽ ESIയുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അത് ഫില്ല് ചെയ്യണം. ആൺകുട്ടികളാണെങ്കിൽ ഈ E and F ഈ രണ്ടെണ്ണം ആവശ്യമില്ല. ഇത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എ സിസ്റ്റം ജനറേറ്റഡ് വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് വിൽ ബി അവൈലബിൾ. ഓക്കെ, ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് IP സർട്ടിഫിക്കറ്റ് കിട്ടിക്കോളും. ആ IP സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വയ്ക്കുക. അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്കത് അല്ലെങ്കിൽ അതാണ് ഉപയോഗിക്കേണ്ടത്. റൈറ്റ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് സംഭവിച്ചു, റിജക്റ്റ് ആയിട്ടുണ്ടോ, അതിങ്ങനെ റെഗുലർലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ലോഗിൻ പേജിൽ കയറി അല്ലെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ചിലപ്പോൾ ഏതെങ്കിലും കാരണം കൊണ്ട് റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ റിജക്റ്റ് ചെയ്തതിൻ്റെ റീസൺ അവിടെ പറഞ്ഞിട്ടുണ്ടാവും, അത് മാറ്റുകയും ചെയ്യണം. അപ്പോൾ റെഗുലർലി ഇത് വെരിഫൈ ചെയ്യുകയും വേണം. ഇനി ഇതിൻ്റെ ഡേറ്റ് ഷെഡ്യൂൾ നോക്കുക. വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് തുടങ്ങിയത്, അതായത് മെയ് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മെയ് 18-ാം തീയതി രാത്രി 11:59 വരെ ഇതിനുള്ള സമയം ഉണ്ടാവും. അപ്പോൾ 18-ാം തീയതിക്ക് മുമ്പ് തന്നെ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് 21-ആണ്. അതിനു മുമ്പ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും വേണം. ഇനി ESIയിൽ വരുന്ന ഫീസ് കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. ട്യൂഷൻ ഫീസ് ഏകദേശം 24,000 രൂപയാണ് ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലും വരിക. യൂണിവേഴ്സിറ്റി ചാർജൊക്കെ വേറെയാണ്. ഇപ്പോൾ ട്യൂഷൻ ഫീ മാത്രമാണ് ഈ 24,000 രൂപ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കോളേജിലെ കോഷൻ ഫീ 5,000 രൂപ, അത് റീഫണ്ടബിൾ ആണ്. പിന്നെ ഹോസ്റ്റൽ ഫീയും മെസ്സ് ചാർജും ഒക്കെ ഡിപ്പെൻഡ്, അതൊക്കെ കോളേജിൽ ചെന്നതിന് ശേഷം തീരുമാനമാവുന്നതാണ്. ട്യൂഷൻ ഫീൻ്റെ കാര്യം മാത്രം നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ പറ്റൂ. ഇനിയുള്ളൊരു പ്രശ്നമാണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 2024 30-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ 30-ന് അതായത് ഇൻഷുർഡ് പേഴ്സൺ ആ സ്കീമിൽ ESIയിൽ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അതിനുശേഷം ജോയിൻ ചെയ്തവർക്ക് ഇത് ബാധകമല്ല, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഏജ് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കേസിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് 21 വയസ്സ്. അപ്പോൾ ഫോർ എലിജിബിലിറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 21 വയസ്സ് ക്രോസ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. എന്ന് 7-3 മാർച്ച് 7 2025 മാർച്ച് 7-ന് 21 വയസ്സ് ക്രോസ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഓക്കെ, അതിൽ ക്ലിയറായി പറഞ്ഞിട്ട് ഷുഡ് നോട്ട് ബി മോർ ദാൻ 25. 21 വയസ്സ് കടന്നിരിക്കാൻ പാടില്ല ഈ ഡേറ്റിൽ, 7-3-2025. എന്നാൽ ഈ ഡേറ്റ് അപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അൺമാരീഡ് ഫീമെയിൽ വാർഡ് ഓഫ് IPക്ക്. ഈ ഡേറ്റ് ബാധകമല്ല. അതുകൊണ്ട് ഈ എലിജിബിലിറ്റി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഞാൻ ആ ഡേറ്റ് ഷെഡ്യൂൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്ലൈയിങ് ഓൺലൈൻ ഓഫ് ഇഷ്യൂ ഓഫ് വാർഡ് ഓഫ് IP. ഈ വാർഡ് ഓഫ് IPയുടെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് മെയ് 2-ാം തീയതി തുടങ്ങി മെയ് 18-ാം തീയതി വരെയാണ്. അത് 18-ാം തീയതി രാത്രി 11:59-ന് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും. പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വാർഡ് ഓഫ് IP സർട്ടിഫിക്കറ്റ് കിട്ടാൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 21/5/2025 അപ്പോൾ ഓൾമോസ്റ്റ് ESIയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ത്രൂ വാട്സപ്പ് എന്നെ കോൺടാക്ട് ചെയ്യാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് വാട്സപ്പ് വഴി കമ്മ്യൂണിറ്റിയിൽ എത്തിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.